15 വർഷം മുമ്പുള്ളൊരു സംഭവമാണ്. വൈദികനാകണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി രൂപത മൈനസ് സെമിനാരി സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. 3-ാമത്തെ ദിവസം അന്നത്തെ രൂപത മെത്രാനായിരുന്ന സൂസപ്പാക്യം പിതാവിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഓരോ കാൻഡിഡേറ്റിനെയും പിതാവ് കാണുന്നുണ്ട്. അങ്ങനെ വലിയ ആഗ്രഹത്തോടു കൂടി പിതാവിന് മുമ്പിൽ ഭയന്ന് വിറച്ച് ചെന്നിരുന്നപ്പോൾ പിതാവ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ ഏറ്റവും ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു: ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അന്ന് പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഈ വചനമാണെന്ന് പറഞ്ഞത്. പിതാവ് ചോദിച്ചു, ഇതിനർത്ഥം അറിയോ? അപ്പോൾ ഒന്നും പറഞ്ഞില്ല. അല്പം ഒരു പരിങ്ങലോടെ മിണ്ടാതിരുന്നു. പിന്നീട് പിതാവ് ഒരു ചെറു പുഞ്ചിരി നൽകിയിട്ട് മറ്റു ചില ക്യാഷ്വലിലെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു തിരിച്ചു വിട്ടു. സെമിനാരിൽ നീണ്ട വർഷങ്ങളുടെ പഠനത്തിന് ശേഷം വൈദികനാകുന്ന സമയത്ത് എല്ലാ വൈദികരും ചെയ്യുന്നത് പോലെ ഞാനും ഒരു ആപ്തവാക്യം തിരഞ്ഞെടുക്കാനുള്ള തിരക്കിലായി. അന്ന് ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തത് ഫ്രാൻസിസ് പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ആ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചപ്പോൾ പിന്നീട് ഫ്രാൻസിസ് പാപ്പയുടെ ആപ്തവാക്യം തന്നെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ ആപ്തവാക്യമായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് പാപ്പയുടെ അതേ ആപ്തവാക്യമാണ്: കരുണ തോന്നി പാപിയെ എന്നെ അവൻ തിരഞ്ഞെടുത്തു. പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ ആ ദിവസം അന്ന് മൈനസ് സെമിനാരി റെക്ടർ പേര് ചൊല്ലി അർത്ഥികളെ വിളിക്കും. അപ്പോൾ മെത്രാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഈ നിൽക്കുന്ന അർത്ഥി ഈ ഉന്നത പദവിക്ക് അർഹനാണെന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടോ? അപ്പോൾ ദൈവജനത്തിൻ്റെയും മെത്രാൻ്റെയും മുമ്പിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇദ്ദേഹം തീർത്തും യോഗ്യനാണെന്ന് എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ആൾത്താരയിലിട്ട് കയറിയ എനിക്കറിയാമല്ലോ അത്ര യോഗ്യതൊന്നുമല്ല എന്ന്. അതുകൊണ്ടാണ് ബോധപൂർവം ഞാൻ ആ വാക്ക് തിരഞ്ഞെടുത്തത്: കരുണ തോന്നി പാപിയായി എന്നെ അവൻ തിരഞ്ഞെടുത്തു. മനസ്സിനാരിലോട്ട് കയറിയപ്പോൾ പിതാവിൻ്റെ മുമ്പിൽ പറഞ്ഞ ആ വചനത്തിൻ്റെ ഒരു കംപ്ലീഷൻ നടന്നത് ആ ആപ്തവാക്യത്തിലൂടെയാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞത് കരുണ തോന്നി പാപിയെ എന്നെ അവൻ തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഇപ്പോൾ പൗരോഹിത്യ ജീവിതം ജീവിക്കുമ്പോൾ ഒരു കാര്യം തെളിച്ചം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഓരോ നാൾ വഴിയിലും ഒരർത്ഥി ദൈവത്തോട് കാണിക്കുന്ന ഔദാര്യമല്ല, മറിച്ച് ദൈവം ഒരർത്ഥിയോട് കാണിക്കുന്ന ഔദാര്യമാണ് ദൈവവിളി. അങ്ങനെ ദൈവം നമ്മളോട് കാട്ടുന്ന കരുണയാണ് ദൈവവിളി എന്ന വലിയൊരു തിരിച്ചറിവ് കിട്ടുന്നതാണ് ഈ ജീവിതം. ഇന്നത്തെ ഗോസ്പലും ഇന്നത്തെ തിരുനാളും ഓർമ്മിപ്പിക്കുന്നത് ഈ ഒരു വിളിയെക്കുറിച്ചാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ വായിക്കുന്നത് ഇതേ വാക്കുകളാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കാര്യം കൃത്യമാണ്. ഇന്ന് മത്തിയാസിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. മത്തിയാസിനെ യൂദാസിൻ്റെ സൂയിസൈഡോടുകൂടി 12ാമത്തെ നമ്പർ കംപ്ലീറ്റ് ആകാൻ വേണ്ടി ലോട്ടിട്ടാണ് തീരുമാനിച്ചത്. ലോട്ടിടുമ്പോൾ അത് ആക്സിഡൻ്റിലാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അല്ല, ഡെലിബറേറ്റ് ആണ്. വളരെ കൃത്യമായിട്ടുള്ള ഡിവൈൻ അപ്പോയിൻമെൻ്റാണ്. അതാണെന്ന് ഗോസ്പലിൽ നമ്മൾ വായിക്കുന്നത്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിന് ശേഷം ലിയോ 14 പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ. കോൺക്ലേവ് എന്ന് പറയുന്നത് വലിയൊരു സീക്രസിയുടെ ഇടമാണ്. ഓരോ കർദിനാൾമാരും ആ രഹസ്യം സൂക്ഷിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്തിട്ടാണ് അവർ ആ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. അതൊരു പൊന്തിഫിക്കൽ സീക്രട്ടാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന അകത്ത് എന്ത് നടക്കുന്നു എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം അറിയാം: ഓരോ അർത്ഥികളെയും തിരഞ്ഞെടുക്കുന്നത് ദൈവമാണെന്ന് വലിയൊരു ബോധ്യമുണ്ട്. കാരണം ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിന് ശേഷം എന്തുമാത്രം പേരുടെ പേരുകളാണ് ഈ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കപ്പെട്ടത്. എന്നിട്ട് കേൾക്ക പോലും ചെയ്യാത്ത ഒരു കേർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് പാപ്പയായെങ്കിൽ അതൊക്കെ ഡിവൈൻ ഇൻ്റർവെൻഷൻ അല്ലാതെ മറ്റെന്താണ്? പ്രിയമുള്ളവരെയും, ഒരു കാര്യം നമുക്കെപ്പോഴൊരു ബോധ്യം വേണം: എല്ലാ അപ്പോയിൻമെൻറ്റും ഡിവൈൻ അപ്പോയിൻമെൻറ്റാണ്. ഒരു പൗരോഹിത്യ ജീവിതത്തിലെ അപ്പോയിൻമെൻറ്റ്സ് ആയിരുന്നാലും കുടുംബജീവിതത്തിലെ അപ്പോയിൻമെൻറ്റ്സ് ആയിരുന്നാലും. ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ ടൈമാണ്. മെത്രാൻ ഓരോ വൈദികരെയും കൃത്യമായ സ്ഥലങ്ങളിലൊക്കെ ഇടവകളിലും സ്ഥാപനങ്ങളിലൊക്കെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും, അദ്ദേഹം അത്ര നല്ല കാൻഡിഡേറ്റ് അല്ലല്ലോ, അതിനേക്കാളും നല്ല കാൻഡിഡേറ്റ്സൊക്കെ ഉണ്ടല്ലോ. ഈ സ്ഥാപനത്തിലെന്താ ഈ അച്ഛൻ, ഈ ഇടവകയിലെന്താ ഈ അച്ഛൻ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു കാര്യം തെളിച്ചമാണ്: നമ്മൾ കാണാത്ത എന്തൊക്കെയോ പരിശുദ്ധാത്മാവ് ആ മെത്രാനിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ അപ്പോയിൻമെൻറ്റ്സൊക്കെ ഡിവൈൻ അപ്പോയിൻമെൻറ്റ്സാണ്. കുടുംബജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകളുണ്ടായിട്ടും ഈ സ്ത്രീ നിങ്ങളുടെ ഭാര്യയായിട്ട് വന്നു? എന്തുകൊണ്ട് ഇത്രയും പുരുഷന്മാർ ഈ ഭൂമിയിലുണ്ടായിട്ടും ഈ പുരുഷൻ നിങ്ങളുടെ ഭർത്താവായിട്ട് വന്നു? എത്രയോ മക്കൾ ഈ ഭൂമിയിലുണ്ടായിട്ടും ഈ മക്കൾ തന്നെ നിങ്ങൾക്ക് മക്കളായി ജനിച്ചു.
ഇതെല്ലാം ഡിവൈൻ അപ്പോയിൻമെൻറ്റ്സ് ആണ്, ഒന്നും ആക്സിഡൻ്റൽ അല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തരുന്നതെന്തും തുറന്ന മനസ്സോടേറ്റുവാങ്ങാൻ കുരിശിൽ കിടന്നു നാഥൻ സഹിച്ച ത്യാഗങ്ങളെന്നും ഓർക്കാൻ എൻ്റെ ക്ലേശം നിസ്സാരമല്ലോ, നിത്യസ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ ദൈവം തരുന്നതെന്തും തുറന്ന മനസ്സോടേറ്റുവാങ്ങാൻ. ആത്മവേദി ശൂന്യമായി ആത്മനാഥനിങ്ങു പോയി മാനസം വിതുമ്പിടും ശോകമോഹരാത്രിയിൽ ഉറക്കം വരാതെ തേങ്ങിക്കരഞ്ഞു തിരയുന്നു ചുറ്റുമങ്ങയെ. വിളി കേട്ടണഞ്ഞു പ്രിയനേശുവിൻ്റെ മനസ്സിൽ പൊഴിച്ചു തീന്മഴ. ഞാനെന്നും ഓർക്കുമാ ദിനം. ദൈവം തരുന്നതെന്തും തുറന്ന മനസ്സോടേറ്റുവാങ്ങാൻ. നീതിയോടെ ഭൂവിതിൽ ദൈവവചന പാതയിൽ പാപികൾക്കു പോലുമെൻ സ്നേഹമേകിയെങ്കിലും ഞാനിന്നു ദുഃഖഭാരം ചുമന്നു തളരുന്നു തീവ്രമേഘടമേ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഉള്ളം തകർന്നു കീഴുമ്പോൾ നീക സ്നേഹലാളനം. ദൈവം തരുന്നതെന്തും തുറന്ന മനസ്സോടേറ്റുവാങ്ങാൻ കുരിശിൽ